എന്നെ സംബന്ധിച്ചിടത്തോളം വൈസ് ചെയർമാൻ എന്ന് പറയുന്ന ഒരു അധികാരമല്ല, ഒരു അലങ്കാരമല്ല, ഒരു വലിയ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നാളെ നമ്മൾ വിട്ടുപോകുമ്പോൾ ഞങ്ങളുടേതായ ഒരു സിഗ്നേച്ചർ ഒപ്പ് കാസർഗോട്ട് വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഹായ്, വെൽക്കം ടു ടി ആൻഡ് ടോക്ക്. സമൂഹത്തിലെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ച് ജീവിത വിജയം കൈവരിച്ചവരെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമാണ് ടി ആൻഡ് ടോക്ക്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് വ്യാവസായിക, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായ പ്രമുഖ വ്യവസായിയും കാസർഗോഡ് മുനിസിപ്പൽ വൈസ് ചെയർമാനുമായ KM അനീഫ് ഭായിയാണ്. അദ്ദേഹം ജീവിതത്തിൽ പിന്നിട്ട വഴികൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും അനീഫ് ഭായ്. വലൈക്കും സലാം. അനീഫ് ഭായ്, വെൽക്കം ടു ടി ആൻഡ് ടോക്ക്. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അനീഫ് ഭായ്, ബാംഗ്ലൂരിലാണ് നമ്മുടെ സാമ്രാജ്യം അല്ലേ? സാമ്രാജ്യം എന്ന് പറയാനില്ല. അപ്പോൾ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. മാഷാ അല്ലാ. എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ ജീവിതം ഒരു നിമിത്തമാണ്. എൻ്റെ ജീവിതം സത്യം പറഞ്ഞ ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് അനീഫ് ഭായ് ഈ ബാംഗ്ലൂരിലേക്ക് എത്തപ്പെടുന്നത്? അത് സത്യം പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ ഒരു സൈക്കിളായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എൻ്റെ തുടക്കം വിദ്യാഭ്യാസമൊക്കെ നേടി കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നിന്ന് BA ഇംഗ്ലീഷിൽ കോളേജിൽ ഒന്നാമനായി പാസ്സായി. അങ്ങനെ 85-87 ഞാൻ പ്രശസ്തമായ കോഴിക്കോട്ടെ ഫറൂഖ് കോളേജിൽ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു, പാസ്സായി. പക്ഷേ എനിക്ക് ഒരു ജോലി അല്ല ആവശ്യം, എനിക്ക് എന്തെങ്കിലും സ്വന്തമായി ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. അന്നേ ഒരു ബിസിനസ്സിനോടുള്ള ഒരു ആഭിമുഖ്യം കാരണം ഞാൻ എൻ്റെ ഉപ്പയും എൻ്റെ പിതാമഹന്മാരും തളങ്കരയിൽ അറിയപ്പെടുന്ന ഒരു കാർഷിക, വ്യാപാര, സാമൂഹ്യ സേവനം ലക്ഷ്യമാക്കിയ കുടുംബത്തിലെ അംഗമായിരുന്നു. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ അന്നൊന്നും ഒരു ഇങ്ങനെ ജോലിയിൽ പോകുന്ന ആ പ്രാക്ടീസ് ആയിരുന്നു. എല്ലാവരും കച്ചവട മേഖല, അതിൽ പൈസ ഉണ്ടാക്കുക, അല്ല സമ്പാദിക്കുക, അത് സമൂഹത്തിന് ചെലവഴിക്കുക, അങ്ങനെ ഒരു കുടുംബമായിരുന്നു എൻ്റേത്. ഞങ്ങളുടെ കുടുംബത്തെ പൊതുവെ അന്ന് CL കുടുംബം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞു. പക്ഷെ അന്നും എനിക്ക് ഇങ്ങനത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സോഷ്യൽ സേവനത്തോട് ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് 1987 ഞാൻ ആദ്യമായി IAS പ്രിലിമിനറി എഴുതി. പക്ഷെ IAS എഴുതി ഞാൻ എറണാകുളം മഹാരാജാസ് കോളേജിൽ പോയി എഴുതി. പക്ഷെ അറ്റംപ്റ്റിൽ എനിക്ക് വിജയിക്കാൻ പറ്റിയില്ല. എന്നാലും എനിക്കൊരു ജനസേവനം എങ്ങനെയെങ്കിലും ഒരു മനസ്സിൽ ആഗ്രഹം വെച്ചു. തുടർന്ന് ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തനം അന്നേ നമ്മുടെ മനസ്സിൽ, അതായിരുന്നു എൻ്റെ എന്തെങ്കിലും സമ്പാദിക്കുക, അത് സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുക, അത് ആരോഗ്യപരമായാലും സാമ്പത്തികപരമായാലും അങ്ങനെ ചെയ്യുക എന്നത് എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഒരു സൈക്കിളാണ്. ആ സൈക്കിളിൻ്റെ അവസാനം ദൈവം, ഞാൻ വിശ്വസിക്കുന്ന അല്ലാഹു എനിക്ക് അതിനുള്ള അവസരം തന്നിരിക്കുകയാണ്. അത് ഞാൻ അത് പറഞ്ഞു, ഞാൻ ഏറ്റവും അധികം ഭാഗ്യവാനാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിചാരിച്ച വഴിയിൽ അള്ളാഹു എന്നെ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് 2.5 വർഷമായി ഞാൻ കാസർഗോട്ട് ഏകദേശം എല്ലാ മേഖലയിലും പ്രവർത്തിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു നിമിത്തം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം അനീഫ് ഭായി, നമ്മുടെ ഈ അനീഫ് ഭായിന്റെ ആദ്യ വിദ്യാഭ്യാസ കാലഘട്ടം ഒരു കളക്ടറാവുക എന്നുള്ളതായിരിക്കും ആദ്യം ഉണ്ടായ മനസ്സിൽ IAS എഴുതുമ്പോഴൊക്കെ അല്ലേ? കളക്ടറല്ല, ജനങ്ങളെ സേവിക്കാൻ ഏറ്റവും നമ്മൾ എന്നും മേലോട്ടാണ് നോക്കൽ. അപ്പോൾ ഏറ്റവും അതിൻ്റെ ഉയർന്ന പോസ്റ്റായി ഞാൻ കണ്ടത് കളക്ടറോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവോ. അതുകൊണ്ടാണ് ഞാൻ IAS എഴുതാൻ വേണ്ടി പോയത്. പക്ഷെ അത് വിജയിച്ചില്ല. പിന്നീട് എനിക്ക് തോന്നി സമ്പാദിക്കുക, നല്ല വഴിയിൽ സമ്പാദിക്കുക, അത് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വന്ന് നാട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്യുക, അതിൽ സേവിക്കുക. അതിൻ്റെ ഭാഗമായി ഞാൻ 87 എൻ്റെ MA കഴിഞ്ഞു. പിന്നീട് കാസർഗോഡ് എൻ്റെ ഫാദറിൻ്റെ കൂടെ ബിസിനസ് ഉണ്ടായിരുന്നു. കാസർഗോഡ് നിങ്ങൾക്ക് അറിയാം, CL ടൂറിസ്റ്റ് ഹോം ഒന്നും ഇപ്പോൾ ഇല്ല. അതിലെ ലോഡ്ജും റെസ്റ്റോറൻറ്റൊക്കെ നടത്തിയാണ് ജീവിതം തുടങ്ങിയത്. അങ്ങനെ MA പഠിച്ച ഞാൻ ഹോസ്പിറ്റാലിറ്റി രംഗത്താണ് എന്തോ അങ്ങനെ വന്നത്. 89 മുതൽ ഞാൻ ഹോസ്പിറ്റാലിറ്റി ബിസിനസ് രംഗത്തുണ്ട്. പിന്നീട് 93 ഞാൻ ബാംഗ്ലൂർ പോന്നു. അപ്പോൾ എൻ്റെ ബന്ധുവായ, നിങ്ങൾക്കെല്ലാം അറിയാം, പരിചിതനായ ഡോക്ടർ PA ഇബ്രാഹിം ഹാജി ബാംഗ്ലൂർ റെസ്റ്റോറൻറ്റ് ലോഡ്ജിങ് ഒക്കെ തുടങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഞാൻ കാസർഗോഡ് ഓൾറെഡി റെസ്റ്റോറൻറ്റും ലോഡ്ജൊക്കെ നടത്തിയിട്ടുണ്ടെന്ന്.
അങ്ങനെ എന്നെ അവിടത്തേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ആ ഹോട്ടൽ ഞാൻ തന്നെ ഫിനിഷ് ചെയ്ത് ബാംഗ്ലൂർ ബ്രിഗേഡ് റോഡിലുള്ള ഹോട്ടൽ ആൾഗേറ്റിൻ്റെ പേരിൽ 96 ഉദ്ഘാടനം ചെയ്യുന്നു. 93 ഞാൻ അവിടെ എത്തുന്നു. അതിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് 96 ഞാൻ അവിടെ എത്തുന്നു. നല്ല നിലയിൽ ഫുള്ള് AC റൂമുള്ളൊരു ഹോട്ടലായിരുന്നു. നല്ല നിലയിൽ അത് നടത്തി. ഹോട്ടൽ നല്ല വിജയിച്ചു, റെസ്റ്റോറൻറ്റും വിജയിച്ചു. അങ്ങനെ പോകുന്ന സന്ദർഭത്തിലാണ് PIB ഇബ്രാഹിം ഹാജിയെ പലർക്കും അറിയാം. മൂപ്പരൊരു ഡിപ്ലോമ എഞ്ചിനീയറാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നു, സത്യത്തിൽ ഞാൻ എഞ്ചിനീയറിങ് ഡിപ്ലോമ അല്ല ഡിഗ്രിയാണ് പഠിക്കാൻ ആഗ്രഹിച്ചത്. ആ സമയത്ത് മംഗലാപുരം NITKയിൽ സീറ്റിന് ശ്രമിച്ചപ്പോൾ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 20-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വാശി വന്നു. ഞാൻ വലുതായി ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞാൽ സ്വന്തമായി ഒരു എഞ്ചിനീയറിങ് കോളേജ് ഉണ്ടാക്കണം. പക്ഷേ അദ്ദേഹം NRI ആണ്. കൊല്ലത്തിലെ 75-80% ദിവസം ദുബൈയിലാണ്. അത് നോക്കി നടത്താൻ മൂപ്പർക്ക് വിശ്വാസമുള്ള ഒരാൾ വേണം. ആ കാര്യം എന്നോട് പറയുന്നു. അങ്ങനെയാണ് PA കോളേജിൻ്റെ തലപ്പത്ത്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടറും അഡ്മിനിസ്ട്രേറ്ററുമായി 2000 PA കോളേജ് തുടങ്ങുന്നത് 2000-ലാണ്. PA കോളേജിൻ്റെ ചരിത്രം അറിയുന്നവർക്കറിയാം, അത് മരുഭൂമിയായിരുന്നു. മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിക്ക് തൊട്ടുള്ള വിജനമായ ഒരു സ്ഥലമായിരുന്നു. 2000 ഞാൻ പോകുമ്പോൾ അവിടെ വെള്ളം കുടിക്കാൻ പോലും കിട്ടൂല. ഞാൻ വെള്ളം കൊണ്ടുപോകും. അത് ഇബ്രാഹിം ഹാജി നല്ല വിഷനുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ആദ്യമായി ചെയ്തത് നല്ല ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റ്, ബാംഗ്ലൂർ ടെറാഫാമ പറഞ്ഞൊരു ആർക്കിടെക്റ്റ് ഉണ്ട്. അവരെ വിളിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു 40 ഏക്കർ ലാൻഡിൽ നിന്ന് നല്ല പ്ലാൻ ഉണ്ടാക്കി, ലാൻഡ്സ്കേപ്പ് പ്ലാൻ ഉണ്ടാക്കി. ആദ്യമായി അതിൽ മരം വെച്ച് പിടിപ്പിച്ചു. പിന്നീട് നല്ല ബോംബെയിൽ നിന്നുള്ള സുനിൽ സെഡാക്കർ എന്ന ആർക്കിടെക്റ്റിനെ കൊണ്ട് കോളേജിൻ്റെ പ്ലാൻ, മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി. നമ്മൾക്ക് പലർക്കും ഇപ്പോൾ മിസ്സാണ്, നമ്മൾ അവിടെയും ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇതങ്ങനല്ല. ആദ്യം കോളേജ് തുടങ്ങുന്നതിന് മുമ്പ് കോളേജിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എല്ലാം ഏൽപ്പിച്ചത് എന്നെയായിരുന്നു. അപ്പോൾ ആ 2000 എന്ന് പറയുന്നത് കേരളത്തിൽ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ സക്സസ് ആയി ഞങ്ങൾ PA എഞ്ചിനീയറിംഗ് കോളേജ്. കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ വളരെ അധികം അവിടെ പഠിക്കാൻ വന്നിരുന്നു. ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ കോളേജിൽ ആദ്യം എഞ്ചിനീയറിംഗ് തുടങ്ങി. പിന്നീട് MBA തുടങ്ങി, ഫസ്റ്റ് ഗ്രേഡ് തുടങ്ങി, PUC, കർണാടകയിൽ PDCനെ PUC എന്ന് പറയും. പിന്നെ പോളിടെക്നിക്ക് തുടങ്ങി. അങ്ങനെ ഏകദേശം 240 കുട്ടികളിൽ തുടങ്ങി. പിന്നീട് 3000-ലധികം സ്റ്റുഡൻസായി. വളരെ ഡിസിപ്ലിനുള്ള ഒരു ക്യാമ്പസായിട്ട് അത് മാറിക്കഴിഞ്ഞു. അപ്പോൾ അൽഹംദുലില്ലാഹ് ഞാനും ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് ഫുള്ള് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ ബിസിനസ് ഉണ്ടെങ്കിലും എല്ലാ ആഴ്ചയിലും 3 ദിവസം ഞാൻ മാംഗ്ലൂർ വരും PA കോളേജിൻ്റെ ആവശ്യത്തിൽ. അപ്പോൾ എൻ്റെ ഫാമിലിയും കുട്ടികളും ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം ജീവിത ഹാർഡ് വർക്കാണ്. അപ്പോൾ എല്ലാ ആഴ്ചയും, കാരണം അന്ന് ആൾക്കാർ പറയും എൻ്റെ അത്ര യാത്ര ചെയ്ത ഒരാളും ഉണ്ടാവില്ല. കാരണം എല്ലാ ആഴ്ചയും മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ I will be in Mangalore. നെക്സ്റ്റ് 3 or 4 days in ബാംഗ്ലൂർ. കാരണം ബാംഗ്ലൂർ ബിസിനസ്സും ഉണ്ട്. അതിൻ്റെ ഇടയിൽ ബാംഗ്ലൂരിൽ വേറെ സ്വന്തമായി ഞാൻ 1-2 റെസ്റ്റോറൻറ്റ്, ലോഡ്ജൊക്കെ ഉണ്ടാക്കി. പക്ഷെ അതിലൊക്കെ ഞാൻ തീരുമാനിച്ചു ഞാൻ ഡയറക്റ്റായിട്ട് ഇൻവോൾവ്മെൻ്റ് ഇല്ല. എനിക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ചില ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സോ കുടുംബക്കാരോ, അതിൽ വർക്കിംഗ് പാർട്ട്നേഴ്സ് കൊണ്ട് ഞാൻ അവർക്ക് അതിൻ്റെ ജോലി ഏൽപ്പിച്ചു. അപ്പോൾ അൽഹംദുലില്ലാഹ് അത് ഇന്നും നല്ല നിലയിൽ പല റെസ്റ്റോറൻറ്റും നടത്തുന്നുണ്ട്. ശിവാജി നഗറിൽ റംസ ഹോട്ടൽ എന്ന് പറഞ്ഞ് ഞാൻ 97 തുടങ്ങിയതാണ്. നമ്മുടെ ഗീ റൈസ്, മട്ടൻ മസാലയുടെ ഭയങ്കര ഫേമസ്. ബാംഗ്ലൂരിൽ തന്നെ നല്ലൊരു ഹോട്ടലാണ്. അത് ഇന്നും വളരെ നല്ല നിലയിൽ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. അത് ഞാനും എൻ്റെ ഒരു സുഹൃത്തായ നിസാറുമാണ് അതിൻ്റെ പാർട്ട്നേഴ്സ്. അതിൻ്റെ ബിൽഡിങ്ങും ആദ്യം ഇനീഷ്യൽ ഞങ്ങൾ ടെനൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഞങ്ങളൊക്കെ ബിൽഡിങ്ങൊക്കെ ഓൾമോസ്റ്റ് നമ്മളെ ഓണർഷിപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു നിമിത്തമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. ഏതായാലും അതായത് നമ്മുടെ ഈ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ നിന്ന് നമ്മൾ വിചാരിക്കാതെ തന്നെ നമ്മൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് എത്തുന്നുണ്ട്. അവിടുന്ന് വീണ്ടും നമ്മൾ അറിയാതെ തന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് എത്തുന്നുണ്ട് അല്ലെ. നമ്മൾ ഒന്നും പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല. പക്ഷേ എല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പഠിച്ചോന്റെ അനുഗ്രഹമാണ്. എല്ലാം പോസിറ്റീവ് റിസൾട്ടാണ് എനിക്ക് എല്ലാത്തിനും തന്നിട്ടുണ്ടാവും. റെസ്റ്റോറൻ്റ് ആണെങ്കിലും, ലോഡ്ജ് ആണെങ്കിലും, കോളേജ് ആണെങ്കിലും എല്ലാം ഒരു പോസിറ്റീവ്. കാരണം ജീവിതത്തിൽ പലരും നമ്മൾ കേൾക്കുന്നുണ്ട് ചിലർക്ക് നെഗറ്റീവ് റിസൾട്ട് തരും. പക്ഷെ ദൈവം എനിക്ക്
ഇതുവരെ നമ്മൾ കൈവച്ച എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ല വിജയം ഉണ്ടായിരുന്നു. അതില് പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹത്തോടൊപ്പം തന്നെ പഠിച്ചോന്റെ അനുഗ്രഹത്തോടൊപ്പം തന്നെ നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ സ്മാർട്ട് വർക്കും ഒക്കെ അതിന്റെ ഭാഗമാണത്. അതായിരിക്കും. എന്നാലും നമ്മൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നിങ്ങൾ പറഞ്ഞു എൻ്റെ പൊളിറ്റിക്സ് ലൈഫ്. എൻ്റെ പൊളിറ്റിക്സ് പറഞ്ഞാൽ ഞാൻ എല്ലാവരും പറയും ഐ ആം നോട്ട് എ പൊളിറ്റീഷ്യൻ, ഐ ആം എ സോഷ്യൽ വർക്കർ. അപ്പോൾ സോഷ്യൽ വർക്കർ പറഞ്ഞാൽ ഡയറക്റ്റ് ഒരാൾക്കും IAS ആണെങ്കിൽ എക്സാം എഴുതി നേടാൻ പറ്റും. പക്ഷെ സോഷ്യൽ വർക്ക് പറഞ്ഞാൽ ഒരു പദവിയിൽ വരണമെങ്കിൽ ഏതെങ്കിലും ഇന്നത്തെ സിറ്റുവേഷനിൽ ഏതെങ്കിലും പാർട്ടിയിൽ അംഗമായേ പറ്റും. അപ്പോൾ പരമ്പരാഗതമായി 79 മുതൽ തന്നെ എൻ്റെ ഉപ്പ KM അബ്ദുൽ ഖാദർ കാസർഗോഡ് മുനിസിപ്പാലിറ്റി കൗൺസിലറായിരുന്നു. ഒരു പാർട്ടിയോട് വിധേയത്തേണ്ട ആളായിരുന്നു. രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ വന്നത്. അതേപോലെ എൻ്റെ ഇളയപ്പ KM മസ്തൻ, ഇപ്പോഴത്തെ വൈസ്രോയി ഹോട്ടലിൻ്റെ ഒക്കെ ഉടമകളുടെ ഉപ്പ, അദ്ദേഹം കുറേ കാലം ഞങ്ങളെ ഏരിയയിലൊക്കെ വാർഡ് കൗൺസിലർ, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ജനസേവനം മുന്നിൽ നിന്ന് കണ്ടവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കണ്ടു വളർന്നതാണ്. അപ്പം നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ അധ്വാനിക്കുന്നത്, നമ്മൾ ഉണ്ടാക്കുന്ന സമ്പാദ്യവും നമ്മളുടേതല്ല, നമ്മുടെ സമൂഹത്തിൻ്റെതായ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു നിമിത്തം എന്ന പോലെ ഏകദേശം 2.5 വർഷം മുമ്പ് കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാനായിരുന്ന അഡ്വക്കേറ്റ് VM മുനീർ രാജിവെക്കുന്നു പാർട്ടി നിർദ്ദേശപ്രകാരം. പക്ഷേ അദ്ദേഹം ചെയർമാൻ സ്ഥാനം രാജിവെച്ചെങ്കിലും പാർട്ടിയോടുള്ള പ്രതിഷേധ സൂചകമായി കൗൺസിലർ സ്ഥാനം കൂടി രാജിവെക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ബൈ ഇലക്ഷൻ, ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമായി വരുന്നു. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടിക്കാർ പല രീതിയിൽ ചിന്തിക്കുന്നു. കാരണം അത് ഒരു ക്രൂഷ്യലാണ്. കാസർഗോഡ് നഗരസഭയിൽ മുസ്ലിം ലീഗിന് ആ കഴിഞ്ഞ ഈ ഭരണസഭയിൽ വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഇലക്ഷനിൽ ഒരു എതിർ പാർട്ടിക്കാർ വിജയിക്കുകയാണെങ്കിൽ ഭരണം പോലും പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ ചേർന്ന് ഐക്യകണ്ഠേന എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെടുന്നു. അതും നമ്മുടെ ഒരു നിമിത്താന്നുണ്ട്. നമ്മുടെ ഈ പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ സാമൂഹ്യ സേവനം, ഈ സാമൂഹ്യ സേവനത്തിന് പവർ ആവശ്യമാണ്. ആ രംഗത്തേക്ക് നിങ്ങളെ അത് എങ്ങനെ ആ ഒരു സാഹചര്യം എത്തിക്കുകയാണ് അവിടെ. ഞാൻ പറഞ്ഞത് ഞാൻ നിമിത്തമാണ്. അതും സ്ഥാനങ്ങൾ ഞാൻ ആഗ്രഹിക്കില്ല. പക്ഷെ സ്ഥാനങ്ങൾ വരുമ്പോൾ തട്ടിമാറ്റലുമില്ല. ഉദാഹരണമായി എൻ്റെ ശരിക്കു പറഞ്ഞാൽ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു 3 കൊല്ലത്തെ പ്രായമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരു ലാസ്റ്റ് 5-6 വർഷമായി കാസർഗോഡിൻ്റെ പല മേഖലയിലും സജീവമായിട്ടുണ്ട്. ഉദാഹരണമായി കാസർഗോട്ടെ ഏറ്റവും പ്രശസ്തമായ നാഷണൽ സ്പോർട്സ് ക്ലബ്ബ് ഉണ്ട്. 50 വർഷം മുമ്പ് അവിഭക്ത കണ്ണൂർ ജില്ലയിലെ ഫുട്ബോൾ ചാമ്പ്യനൊക്കെയായ ക്ലബ്ബാണ്. നമ്മുടെ കാസർഗോട്ടിൻ്റെ രാജാവെന്ന് അറിയപ്പെട്ടിരുന്ന KS അബ്ദുല്ല സ്ഥാപിച്ച ക്ലബ്ബാണ്. അതിൻ്റെ കഴിഞ്ഞ 3-4 വർഷമായി പ്രസിഡൻ്റാണ് ഞാൻ. കൂടാതെ തളങ്കരയുടെ ഒരു അഡ്രസ്സായി പറയുന്നത് തളങ്കര ഗവൺമെൻറ് മുസ്ലിം ഹൈസ്കൂളാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തായി 5-6 വർഷം മുമ്പ് ഗവൺമെൻറ് സ്കൂളിനും നമ്മുടെ കേരള ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് ചില ഭേദഗതികൾ വരുത്തുന്നുണ്ട്. ശമ്പളമൊക്കെ ഗവൺമെൻറ് കൊടുക്കുകയാണെങ്കിൽ അതിലൊരു SMC സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടാക്കും. അവർക്ക് അതിലുള്ള അധികാരമുണ്ട്. അവർ എന്തുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യേണ്ട SMC ആണ്. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായി തളങ്കര മുസ്ലിം ഹൈസ്കൂളിൻ്റെ SMC ചെയർമാൻ കൂടിയാണ് ഞാൻ. പിന്നെ വേറെ ഞാൻ പറഞ്ഞില്ല സാമൂഹ്യ സേവനം, അതിന് ഞാൻ ഏറ്റവും നല്ല വഴിയായി കണ്ടത് പാവപ്പെട്ടവരെ സഹായിക്കുക, അഗതികളെ സഹായിക്കുക. വിദ്യാഭ്യാസ മേഖലയിൽ ഓൾറെഡി എനിക്ക് PA കോളേജിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ തളങ്കരയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ദക്കീറത്തുൽ ഉഖ്റ സംഘമുണ്ട്. അത് അവരെ മെയിൻ ലക്ഷ്യം തളങ്കരയിലെ ഏക യതീംഖാന നടത്തുന്നത് ദക്കീറത്തുൽ ഉഖ്റ സംഘമാണ്. അതേപോലെ അവർ സ്കൂളുണ്ട്, അവിടെ നഴ്സറി സ്കൂളുണ്ട്, LKG മുതൽ തുടങ്ങിയ +2 വരെ ഉണ്ട്. ഡിഗ്രി കൂടി ഉണ്ടായിരുന്നു. ഇപ്പം അടുത്ത കാലത്ത് ഡിഗ്രിയിൽ ഒഴിവാക്കിയിട്ടുണ്ട് ക്യാമ്പസിൻ്റെ അപര്യാപ്തത കൊണ്ട്. അപ്പോൾ ഞാൻ 5 കൊല്ലം എൻ്റെ തുടക്കം സാമൂഹ്യ സേവനം ദക്കീറത്തുൽ ഉഖ്റ സംഘത്തിൽ നിന്നാണ്. ദക്കീറത്തുൽ ഉഖ്റ സംഘത്തിൽ പെട്ടെന്ന് ഖജാൻജി പോസ്റ്റിൻ്റെ ഒഴിവ് വരുന്നു. അതും ജനറൽ ഇലക്ഷൻ അല്ല. അപ്പോൾ അവരൊക്കെ കൂടി അതിൻ്റെ T അബ്ദുല്ല സാഹിബ് പ്രസിഡന്റും സെക്രട്ടറി, കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാനും കമ്മിറ്റിയുള്ള ആൾ ട്രഷറർ പോസ്റ്റിൽ ഒഴിവ് വരുമ്പോൾ എന്നെ നിർദ്ദേശിക്കുന്നു. അങ്ങനെ ഞാൻ ട്രഷററാണ്. ഇപ്പോൾ കഴിഞ്ഞ 4-5 വർഷമായി ഞാൻ ദക്കീറത്തുൽ ഉഖ്റ സംഘത്തിൻ്റെ ട്രഷററാണ്.
അതിൽ വളരെയധികം എനിക്ക് എന്ത് സമയം കിട്ടിയില്ലെങ്കിലും ദക്കീറത്തുൽ സംഘത്തിൻ്റെ എല്ലാ മീറ്റിങ്ങിലും ഞാൻ പോകും. ഇന്ന് രാവിലെ പോലും അവിടെ ഒരു പരിപാടിയിൽ ഞാൻ 7:30 പങ്കെടുത്തു. കാരണം അവിടെയുള്ള അഗതികളെയും അനാഥ കുട്ടികളെയും കാണുമ്പോൾ അത് നമ്മളുടെ മക്കളായി കാണാൻ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പൊ അവർക്ക് സന്തോഷം നൽകുന്ന ക്ഷേമത്തിനായിട്ട് നമ്മുടെ ചെലവഴിക്കാൻ ഞാൻ എങ്ങനെയായും സമയം കണ്ടെത്തലുണ്ട്. അപ്പൊ അതിലൂടെയാണ് എൻ്റെ സാമൂഹ്യ സേവനം കറക്റ്റ് തുടങ്ങിയത് ദക്കിരത്തിലൂടെയെന്ന് നിങ്ങൾക്ക് പറയാം. അതാണ് എൻ്റെ പിന്നെ നമ്മുടെ ബിസിനസ് രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഈ പൊളിറ്റിക്സിലും സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തെല്ലാം അത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്? അത് എൻ്റെ ഈ നിങ്ങൾ പറഞ്ഞ ജീവിതത്തിൽ 2 ഫേസ് ഉണ്ടെന്ന് പറയാം. ആദ്യത്തെ ഫേസിൽ ഞാൻ ആക്റ്റീവായി ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ചെയ്ത ഫേസ് ആയിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ പ്രസൻസ് ഏകദേശം 85-90% ആവശ്യമായിരുന്നു. ബിസിനസ്സിൽ അങ്ങനെയാണ്. പിന്നീട് ഈ ലാസ്റ്റ് 5 വർഷം ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ സോഷ്യൽ, അപ്പോൾ ഞാൻ എൻ്റെ പ്രസൻസ് ഒരു 40-50% മാറ്റി. പിന്നീടുള്ള 50% എനിക്ക് വിശ്വസിക്കാൻ പറ്റിയവരെ ഏൽപ്പിച്ചു. അതിൽ ചില മെച്ചങ്ങളുണ്ടെങ്കിലും എനിക്ക് നഷ്ടങ്ങളുണ്ടാകും. കാരണം എനിക്ക് മുമ്പ് 100 രൂപ ലാഭം കിട്ടുന്ന ചിലപ്പോൾ ഇത് 50 രൂപ കുറയും. എന്നാലും എൻ്റെ ടെൻഷനൊക്കെ കുറഞ്ഞു. പക്ഷെ കൂടെ പണിയെടുക്കുന്നവർക്ക് കൂടുതൽ അതൊക്കെ പ്രതിഫലം കൊടുക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. അതാണ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഞാൻ വേറെ ബിസിനസ്സിന് ഒരു ഓട്ടോമേഷൻ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കൂടെ നല്ല എനിക്ക് വിശ്വാസമുള്ള പണിയെടുപ്പിച്ച് അവരെ ജീവിതം കൂടി നന്നാക്കുക, അവരെ കുടുംബം കൂടി വിജയിപ്പിക്കുക എന്നുള്ള വലിയൊരു ചിന്ത നമുക്കുണ്ടായി. അതുകൊണ്ട് അവർക്കും നല്ല ഹാപ്പിയാണ്. അൽഹംദുലില്ലാഹ് ഞാനും നന്നായി ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അനിപ്പ ഇക്കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ പ്രധാനമായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കുടുംബം നമ്മുടെ സമയം ബിസിനസ്സിൽ, ആദ്യ കാലഘട്ടത്തിലും മുഴുവൻ സമയം ബിസിനസ്സിലും, പിന്നീട് ബിസിനസ്സും സാമൂഹികവും സാംസ്കാരികവും അതുപോലെ രാഷ്ട്രീയ രംഗത്തും ഒക്കെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിന് നമുക്ക് വേണ്ടപ്പെട്ട സമയം, വിലപ്പെട്ട സമയങ്ങൾ എപ്പോഴും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പം പിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വുമൻ. അപ്പോൾ വൈഫിന്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? വൈഫ് എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. വന്നാലും നീ പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. കാരണം സമയം കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം എസ്പെഷ്യലി ഈ സാമൂഹ്യ മേഖലയിൽ വന്ന നമ്മുടെ കൺട്രോൾ നമ്മളിൽ നിന്ന് മാറി നമ്മുടെ കൂടെയുള്ള ജനങ്ങളുടെ ആവശ്യത്തിന് പോകേണ്ടി വരുന്നു. ചിലപ്പോൾ രാത്രി പോകേണ്ടി വരുന്നു. അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും അവർക്ക് ആദ്യമൊക്കെ ബിസിനസ്സിലുണ്ടെങ്കിൽ എനിക്ക് നല്ല ടൈം കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് പറ്റുന്നില്ല. വേറൊരു കാര്യം കുട്ടികളാണ്. എനിക്ക് 4 കുട്ടികളുണ്ട്. അവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ചെറിയ കുട്ടി ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ബാക്കി 3 പേരും നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്കൊരു ഹാപ്പിയാണ്. പിന്നെ കാസർഗോഡ് സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ച ശേഷം ഞാൻ വല്ല വീടെല്ലാം വെച്ച് അതും ഹാപ്പിയാണ്. വൈഫിന്റെ പേരെന്താണ്? വൈഫ് ജുബേരിയ, പള്ളിക്കരയിൽ നിന്നുള്ള കുട്ടിയാണ്. മക്കൾ 4 പേരാണ്. മൂത്ത മകളാണ്. അവള് ജുഹൈന എന്ന് പറയും. കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മൊഗ്രാപുത്തൂരിലെ KCPS ഫാമിലിയുടെ പൗത്രനായ PS ഷാഹിനാണ് എൻ്റെ സണ്ണിൻലോ. അവരിപ്പോൾ ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. മകള് MBS പഠിച്ചു. പക്ഷെ പിന്നെ കല്യാണം കഴിച്ച് കുട്ടിയാണെന്ന് വെച്ചാൽ ഇതുവരെ MBS കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 2ാമത്തെ മകൻ അബ്ദുൽ ഖാദർ നിയാബ്. 2ാമത്തെ മകന് അബ്ദുൽ ഖാദർ, ആദ്യത്തെ മകളാണ്. 2ാമത്തെ മകനാണ്. അവൻ ബാംഗ്ലൂരൊക്കെ പഠിച്ചു. എൻ്റെ കുട്ടികളൊക്കെ ബാംഗ്ലൂരാണ് പഠിച്ചത്. അത് കഴിഞ്ഞു, വിദ്യാഭ്യാസം കഴിഞ്ഞു. പിന്നീട് ലണ്ടനിലെ ക്യൂൻസ് മേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിസിനസ് എൻ്റർപ്രണർഷിപ്പിൽ ഡിഗ്രിയൊക്കെ നേടി. അവനും ബിസിനസ്സിൽ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അവനും പഠിച്ചൊക്കെ ബിസിനസ് എൻ്റർപ്രണർഷിപ്പ് പറഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ദുബൈയിൽ AI കമ്പനിയൊക്കെ തുടങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അബ്ദുൽ ഖാദർ നിയാർ മാത്രമല്ല അവൻ ഖുർആൻ ഹാഫിളും കൂടിയാണ്. ബാംഗ്ലൂരിൽ നിന്ന് പഠിച്ചതാണ്. 3ാമത്തെ മകൻ മുഹമ്മദ്. അവൻ കാസർഗോഡിൻ്റെ തന്നെ ഒരു റയറായ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയാം. കാരണം ബോംബെ IIT-യിൽ നിന്ന് UG പഠിച്ച, IIT-യിൽ UG. കാരണം നമ്മൾക്കൊക്കെ PG-യിലൊക്കെ IIT കിട്ടി. UG-യിൽ വളരെ റയറായിട്ടാണ് കിട്ടുന്നത്. അവന് UG-യിൽ കിട്ടി. അവിടുന്ന് കംപ്ലീറ്റ് ചെയ്തു. അവനിപ്പോൾ ബാംഗ്ലൂരൊക്കെ ആയിട്ട് അവനുണ്ട്. പിന്നെ ചെറിയൊരു മകളാണ്. അവളിപ്പോൾ കാസർഗോഡ് ഇവിടെ പെരിയയിലെ ഗാർഡൻ സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അനിപ്പായി എന്നല്ല, ആ കാലത്ത് തന്നെ പിന്നെ നല്ലോണം പഠിച്ച, അതായത് PG വരെ
പഠിച്ച ഒരു വ്യക്തിയാണ്. അതിനപ്പുറം പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് കോളേജിന്റെ തലപ്പത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഈ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാവും അല്ലെ? എൻ്റെ ഒരു മനസ്സിലുണ്ടായ കുട്ടികൾക്ക് ഞങ്ങൾ കൊടുക്കേണ്ടത് വിദ്യാഭ്യാസം അല്ല, അധികം സമ്പാദിച്ച് അല്ല, അത് അവർ സമ്പാദിക്കും. അപ്പോൾ മാക്സിമം വിദ്യാഭ്യാസം കൊടുക്കുക, പിന്നെ അവർക്ക് താമസിക്കാൻ നല്ലൊരു വീട് കൊടുക്കുക, അതൊക്കെയായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 5 വർഷം മുമ്പ് തോന്നി ഞാൻ അതൊക്കെ ചെയ്തു. മകളെ കല്യാണം കഴിഞ്ഞു, വലിയ മകളെ. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ സാമൂഹ്യ സേവന രംഗത്ത് വന്നതിന് എൻ്റെ ഒരു കടമ നിറവേറ്റി കഴിഞ്ഞുള്ള ഉറപ്പിന് ശേഷമാണ് ഞാൻ ഈ സാമൂഹ്യ രാഷ്ട്രീയ സേവനത്തിൽ ഇറങ്ങിയത്. ഈ നമ്മുടെ ഈ ഇപ്പം നിങ്ങൾ പറയുന്നുണ്ട് സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ നമ്മുടെ സ്വഭാവമാണ്. ഈ സ്വഭാവം രൂപീകരിക്കുന്നതിൽ നമ്മുടെ മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. അനിപ്പയുടെ ജീവിതത്തിൽ അവരുടെ ആ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്, അവരുടെ സ്വാധീനം എത്രത്തോളം? ഞാൻ പറഞ്ഞു, എൻ്റെ ഫാദർ വ്യാപാരി ആയിരുന്നെങ്കിലും ഒരു എന്തും, കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ എന്തും ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ബിസിനസ്സിൽ നമ്മൾ ലാഭം ഉണ്ടാക്കിയ ഒരു അറ്റ്ലീസ്റ്റ് നമ്മളെ ഇസ്ലാമിൽ സക്കാത്ത് പറയുന്നത് 2.5% ആണ്. ഞങ്ങളൊക്കെ ഒന്നും 2.5% അല്ല, നമുക്ക് കിട്ടി ഞങ്ങളെ ചിലവ് കഴിഞ്ഞ് എന്തെങ്കിലും മിച്ചം വെച്ച് ബാക്കി അർഹതപ്പെട്ടൊക്കെ കൊടുക്കുക എന്നതായിരുന്നു എൻ്റെ ഉപ്പയുടെ സിദ്ധാന്തം. എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും ഉമ്മാവും വെരി വെരി കൈൻഡായിരുന്നു. എന്ത് കിട്ടിയാലും വീട്ടിലാരും വന്ന് വിഷമം പറഞ്ഞ് എടുത്തു കൊടുക്കും. അതൊക്കെ എൻ്റെ സ്വഭാവത്തിലും സ്വാധീനിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. മാഷാ അല്ലാ, അനിപ്പ നമ്മളിവിടെ ഇരിക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. അനിപ്പയുടെ വീട് വളരെ മനോഹരമായ ഒരു വീടാണ് തന്നെയാണോ അതോ എങ്ങനെയാണ്? ഈ പുഴയുടെ തീരത്ത് ഇങ്ങനെ മനോഹരമായിട്ട് ഒരു റിസോർട്ട് പോലെ, മാഷാ അല്ലാ, അത് ആശയം അനിപ്പയുടേതാണോ? ഇതിന് ഒരു കഥയുണ്ട്. കാരണം ഞാൻ എൻ്റെ പാരൻസിന് 6 മക്കളാണ്, 5 പേരും പെൺകുട്ടികളാണ്. അപ്പോൾ അവരെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി ഇതിന് 1 കിലോമീറ്റർ ദൂരം അത് എനിക്ക് അവകാശപ്പെട്ട് അവർ എനിക്ക് എഴുതി തന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരിക്കലും വേറൊരു വീടിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിരുന്നില്ല. അപ്പോൾ ഇടയിൽ കുറച്ച് പൈസ വരുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം വന്നു. അങ്ങനെ 1-2 സ്ഥലം ഏറ്റെടുത്തു. ഈ സ്ഥലം ഞാൻ ഏകദേശം 2010 വാങ്ങുന്നു. അപ്പോൾ എൻ്റെ ഉദ്ദേശം മറിച്ച് വെക്കുക എന്നായിരുന്നു. ഏകദേശം ഇത് 6 ഏക്കറോളം ഉണ്ട്. അപ്പോൾ പിന്നീട് ഞാൻ ആലോചിച്ചു, നേരത്തെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നല്ലൊരു വീട്, പിന്നെ കുറേ പൈസ, റിയൽ എസ്റ്റേറ്റ് അല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ വീട് അവിടെ നിൽക്കട്ടെ, ഇവിടെ വീടുണ്ടാക്കാം. അപ്പോൾ അതിലും ഒരു ലക്സറി ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ വീടിപ്പോൾ എന്തൊക്കെ പറഞ്ഞു, പക്ഷെ വീട്ടിൽ ഏറ്റവും സിമ്പിളായി ഏറ്റവും നല്ല സ്ഥലത്ത് ഏറ്റവും നല്ല ആർക്കിടെക്റ്റിനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ വീടിൻ്റെയും ഞാൻ ആദ്യം ചെയ്തത് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു PA എഞ്ചിനീയറിംഗ് കോളേജിലെ ബാംഗ്ലൂരിലെ രോഹിത് മരോൺ, അദ്ദേഹത്തെ കൊണ്ട് ഞാൻ ലാൻഡ്സ്കേപ്പ് ചെയ്യിച്ചു. അപ്പോൾ ഈ ഷേപ്പ് ഉണ്ടായിരുന്നില്ല വീട് ആദ്യം, ഈ സ്ഥലമൊന്നും. അപ്പോൾ അദ്ദേഹം ലാൻഡ്സ്കേപ്പിൽ കോണ്ടൂർ പ്ലാനൊക്കെ എടുത്ത് കുറേ മണ്ണ് അങ്ങോട്ടിടും ഇങ്ങോട്ടിടും, അങ്ങനെ ഇത് നാച്ചുറൽ ഇതിൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവന്നു. ബാംഗ്ലൂരിൽ തന്നെയുള്ള ഒരു റസ പറഞ്ഞ ഒരാളെ ഇതിൻ്റെ ആർക്കിടെക്റ്റായി ഞാൻ സെലക്ട് ചെയ്തു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ് എല്ലാ റൂമിനും എല്ലായിടത്തുനിന്നും നല്ല വ്യൂ കിട്ടുക, പക്ഷെ മിനിമം ചിലവ് കുറച്ച്, കാരണം ലക്സറിയായി എവിടെയും തോന്നാൻ പാടില്ല. അതായിരുന്നു എന്താണ് ഞാൻ ഉദ്ദേശിച്ചതിൽ അതിലും നന്നായി അദ്ദേഹം ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ വീട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അയാൾ പ്ലാൻ ചെയ്ത് ഏറ്റവും സിമ്പിളായി ഏറ്റവും ചിലവ് കുറഞ്ഞ് എങ്ങനെയാണ് ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇതിൽ ചിലവ് നിങ്ങൾക്കിപ്പോൾ ആദ്യം വീട്ടിൽ കാണുമ്പോൾ ഭയങ്കര തോന്നും, പക്ഷേ ഇതൊന്നുമില്ല, ടീക്ക് വുഡ് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, സാധാണ്, ഒന്നും ഒരു ഷേപ്പ് ആർച്ചൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം അതിനൊരു കാരണമായി പറഞ്ഞത്, ഒരാൾ വീട്ടിൽ കയറുമ്പോൾ നിങ്ങൾ വീട് ഭയങ്കര ലക്സറിയസ് ആയി കഴിഞ്ഞാൽ അദ്ദേഹം കയറുന്ന ഗസ്റ്റ് വീട് നോക്കും. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ശരിക്കും ഈ വീടിന് നാച്ചുറൽ എന്താ പറയേണ്ട ഒരു വ്യൂ ഉണ്ട്, അത് അവർ കാണൂല. അപ്പോൾ നിങ്ങൾ വീട് വളരെ സിമ്പിളാക്കി കഴിഞ്ഞാൽ കയറുന്നവൻ ഫുള്ള് അവരെ അതിൽ ലയിച്ചു, അവർ കാണുന്ന തന്നെ വ്യൂ ആണ്. അതാണ് ഈ വീട്ടിൽ നിങ്ങൾക്കൊക്കെ കാണുന്ന ഒരു പ്രത്യേകത. വാട്ടർ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് വലിയൊരു സമാധാനം നൽകുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഏത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇങ്ങനെ വാട്ടർ ഫ്രണ്ടിൽ ഇരിക്കാന്നുള്ളത്. ഈ വാട്ടർ ഫ്രണ്ടിന്റെ ഒരു പ്രത്യേകതയായി നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ഈ വീട് വാട്ടർ ഫ്രണ്ടിലാണെങ്കിലും 70 ഫീറ്റ് ഹൈറ്റിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ജനറൽ വ്യൂ കിട്ടുന്നത്. അപ്പൊ ഈ പനോരമ വ്യൂ കിട്ടുന്ന പറഞ്ഞാൽ ഹൈറ്റ്ലൻഡിയാണ്. അപ്പൊ നമ്മളൊരു 7th ഫ്ലോർ ബിൽഡിങ്ങിന്റെ മുകളിൽ ഇരിക്കുന്ന ഫീലിംഗ് ആണ് നമ്മളെ റൂമിൽ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരിക്കുമ്പോൾ പോലും 7th ഫ്ലോറിൽ ഇരിക്കുന്ന ഫീലിംഗ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്, കാരണം വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ റോഡിന്റെ ലെവലാണ്,
ബാക്കിലാണെങ്കിൽ 7th ഫ്ലോറാണ്. അപ്പോൾ അത് വീടിന് നല്ലൊരു മൈലേജ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വീട് വളരെ സിമ്പിളാണ്. ഞാൻ പറയുന്നത് വീടിന് ഞാൻ മിനിമം ചിലവാക്കി. പറഞ്ഞ പോലെ സിമ്പിൾ ആണെങ്കിലും പവർഫുൾ ആണ്. മേ ബി ദാറ്റ് യു കൻ ടെൽ. ഓക്കെ, അനിപ്പ ഇപ്പം പിന്നെ മാഷാല്ലാ അനിപ്പ ഇപ്പം സാമൂഹിക രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന സമയമാണ്. അനിപ്പയ്ക്ക് എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാൻ? എന്തെങ്കിലും അങ്ങനെ പദ്ധതി തയ്യാറായിട്ടുണ്ടോ? അതാണ് പോയിന്റ്. കാരണം ഇപ്പോൾ പറഞ്ഞതെല്ലാം പഴയതാണ്. ഇനി ഒരു പുതിയത്. കാരണം ഈ 2025 ഡിസംബറിലാണ് കാസർഗോഡ് നഗരസഭയിൽ പുതിയൊരു ഭരണസമിതി നിലവിൽ വരുന്നത്. അപ്പോൾ ആ ഭരണസമിതിയുടെ ചെയർപേഴ്സൺ സൈന സലീമാണ്. വളരെയധികം രാഷ്ട്രീയ എക്സ്പീരിയൻസും അതേപോലെ ഭരണപരിചയമുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ എനിക്ക് രാഷ്ട്രീയത്തിൽ പരിചയം കുറവാണെങ്കിലും സ്വന്തമായി ബിസിനസ് പറഞ്ഞാൽ ബാംഗ്ലൂരിന് പോയി ഞാൻ മംഗലാപുരം ബിസിനസ് ചെയ്തിരുന്നു, ദുബൈയിൽ, കാലിക്കറ്റ്. അപ്പോൾ പല നഗരങ്ങളും കണ്ടു പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടി കുറേ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഭരണപരിചയവും എൻ്റെ എക്സ്പീരിയൻസും കൊണ്ട് കാസർകോട്ടെ ജനങ്ങൾക്ക്, എൻ്റെ നാട്ടുകാർക്ക്, എൻ്റെ സ്വന്തം നാട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം അതിനു വേണ്ടി ഇപ്പം ഞങ്ങളെ പുതിയ ഭരണസമിതി 3 മാസമായി. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ജീവിതക്രമം എന്ന് പറയുന്നത് രാവിലെ 9 മണിക്ക് എണിച്ച ഒരു ഓഫീസിൽ പോകും പോലെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് പോകുന്ന പോലെ ഞാൻ എൻ്റെ ഓഫീസിൽ മുനിസിപ്പാലിറ്റിയിൽ പോകും. വൈകുന്നേരം ചിലപ്പോൾ സൺഡേയും വർക്ക് ചെയ്യും. അവിടെയുള്ള ജനങ്ങൾ എന്ത് വന്നാൽ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കും, നാട്ടിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കും, സൈറ്റ് വിസിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വൈസ് ചെയർമാൻ എന്ന് പറയുന്നൊരു അധികാരമല്ല, ഒരു അലങ്കാരമല്ല, ഒരു വലിയ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം നാളെ നമ്മൾ വിട്ടുപോകുമ്പോൾ ഞങ്ങളുടേതായ ഒരു സിഗ്നേച്ചർ ഒപ്പ് കാസർഗോട്ട് വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മൈൽ സ്റ്റോൺ ഞങ്ങളുടേതായ, എനിക്ക് പേഴ്സണല്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു പല സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞു. അതെല്ലാം ടൂറ് സിംഗപ്പൂർ പോയിട്ട് വിദേശ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ പഠിച്ചത് ദുബൈ ആണെങ്കിലും സിംഗപ്പൂർ ആണെങ്കിലൊക്കെ അവിടെയൊക്കെ മെയിൻ അവരെ വരുമാന സ്രോതസ് ടൂറിസമാണ്. അപ്പോൾ കാസർഗോഡ് പറഞ്ഞാൽ ശരിക്കും ഒരു ദ്വീപ് പോലെയാണ്. കാസർഗോഡ് നഗരസഭയുടെ മൂന്ന് ഭാഗങ്ങളും ചന്ദ്രികയിൽ പോയ കവർ ചെയ്ത് നല്ലതാണ്. അപ്പോൾ അതിൽ വളരെയധികം ടൂറിസം സാധ്യതകളുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വൈസ് ചെയർമാനായ ഉടനെ കാസർഗോഡ് ബേക്കൽ ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റിന്റെ സെക്രട്ടറിയെ പോയി കണ്ടു. അങ്ങനെ കാസർഗോഡ് ബേക്കൽ ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ കാസർഗോഡ് മുനിസിപ്പാലിറ്റി വരുന്നില്ല. ഓൾറെഡി കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ഉണ്ട്, ചെമ്മനാട് പഞ്ചായത്തുണ്ട്, അതേപോലെ ബേക്കലും പള്ളിക്കര. അപ്പോൾ അത് കാസർഗോഡ് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് കാസർഗോഡ് നഗരസഭയിൽ ഞങ്ങളൊരു പ്രമേയമുണ്ടാക്കി പാസ്സാക്കി ഗവൺമെന്റിന് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാസർഗോഡ് നഗരസഭയിൽ കൂടി BRDCയുടെ, അതായത് ബേക്കൽ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അണ്ടറിൽ വന്ന അവരുടെ പല പദ്ധതികളും കാസർഗോഡിൻ്റെ ടൂറിസം രംഗത്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒന്ന് ടൂറിസം മേഖലയാണ്, രണ്ടാമത് വിദ്യാഭ്യാസ മേഖല. കാരണം ഇപ്പോൾ അടുത്ത കാലത്തായി ഈ മുനിസിപ്പാലിറ്റീൻ്റെ അകത്തുള്ള എല്ലാ സ്കൂളുകളും ഭരിക്കേണ്ടത് നഗരസഭയാണ്. ഞങ്ങളെ അണ്ടറിൽ 24 സ്കൂളുകളുണ്ട് മുനിസിപ്പാലിറ്റിൻ്റെ അണ്ടറിൽ, LP UP ആയിട്ട്. അപ്പോൾ എല്ലാ മാസവും അതിൻ്റെ MEC എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, മുനിസിപ്പൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടാവും. അതിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കും, അതിനുള്ള പരിഹാരം ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ ഹോസ്പിറ്റൽസ്, കാസർഗോഡ് നഗരസഭയുടെ അധീനയിൽ 8ഓളം ഹോസ്പിറ്റലുകളുണ്ട്. അതൊന്നും ആർക്കും അറിയാത്ത കാര്യമാണ്. കാസർഗോഡ് താലൂക്ക് ഹോസ്പിറ്റൽ, അതിൻ്റെ ഭരണം കാസർഗോഡ് നഗരസഭയ്ക്കാണ്. അവിടെ ഏകദേശം ഡെയിലി 1500 കൂടുതൽ OP പേഷ്യൻസ് വരുന്നുണ്ട്. ഏറ്റവും നല്ല ഡോക്ടേഴ്സാണ്. അതുകൂടാതെ മുനിസിപ്പാലിറ്റി ഓഫീസിനടുത്തത് അർബൻ ഹെൽത്ത് സെൻ്റർ ഉണ്ട്. പിന്നെ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ ആയുർവേദിക് ഹോസ്പിറ്റലുണ്ട്, ഹോമിയോ ഹോസ്പിറ്റലുണ്ട്, ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ നല്ല നിലയിൽ. ഇതിലൊക്കെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലായ അവിടെ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ്. അതുമാത്രമല്ല, ഡോക്ടർ എന്തെങ്കിലും മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന ആ മരുന്ന് പോലും നിങ്ങൾക്ക് ഫ്രീ ആണ്. നല്ല ഡോക്ടേഴ്സാണ് ഉണ്ട്, ഏറ്റവും ശമ്പളം വാങ്ങുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, എക്സ്പീരിയൻസ്. അവരൊക്കെ നമ്മളെ ജനങ്ങളിപ്പോൾ ബോധവാനാക്കണം. നിങ്ങൾ അവിടെ പോയി, കാരണം നമ്മൾ ഗവൺമെൻറ് തരുന്ന ഫെസിലിറ്റീസ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ആൾക്കാരെ പഠിപ്പിക്കണം. അപ്പം അതാണ് ഞാൻ ഉദ്ദേശം. അപ്പം നല്ല അവിടുത്തെ വൃത്തിയോടും കൂടി ചെയ്താൽ എല്ലാ ജനങ്ങളും അങ്ങോട്ട് പോകും. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിന്ന് നമ്മളിപ്പോൾ ഇനിയും ഹോസ്പിറ്റൽ വേണമെങ്കിൽ ഗവൺമെൻറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ കിട്ടാൻ പറ്റും. ഇപ്പോൾ
പഴയ കാലം പോയി. ഗവൺമെൻറ്റിൽ നിന്ന് പല പദ്ധതികളും നമ്മൾക്ക് കിട്ടും, പക്ഷെ നന്നായി നടത്തിക്കൊണ്ടുപോകണം. അതേപോലെ നഗരസഭയുടെ കീഴിൽ ഇപ്പോൾ 3-4 പാർക്കുകളുണ്ട്. അത് ഇപ്പോൾ ഞങ്ങൾ 2-3 വഴികളാണ്. ഒന്നെങ്കിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ കൂടി കാരണം നഗരസഭ നന്നാക്കും, പിന്നീട് മെയിൻറ്റെയിൻ ചെയ്യില്ല, അങ്ങനത്തെയൊക്കെയാണ് മുമ്പുള്ള കേസ്. അതിന് പകരമായിട്ട് പ്രൈവറ്റിൽ നിന്ന് ഇങ്ങനെ പാർട്ടിസിപ്പേഷനിൽ കൊടുക്കുക. ഇപ്പം നമ്മൾക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിൽ ഒരു സീ വ്യൂ പാർക്ക് ഉണ്ട്, വളരെ സുന്ദരം, പക്ഷെ വളരെ ശോചനീയാവസ്ഥമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിപ്പോൾ ബാക്കൽ ഫോർട്ടിൻ്റെ അവർക്കൊക്കെ ഏൽപ്പിച്ച് കൊടുത്താൽ അവരെന്തെങ്കിലും റവന്യൂ ഷെയർ ആക്കിയാൽ നമുക്ക് നന്നായി നടത്താൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പല പദ്ധതികളും മനസ്സിലുണ്ട്. അതേപോലെ കാസർഗോഡ് ഇപ്പോൾ ബജറ്റ്, കാരണം മുനിസിപ്പൽ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് നഗരസഭയുടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അപ്പോൾ ബജറ്റ് അവതരിപ്പിക്കൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിലയിൽ വൈസ് ചെയർമാൻ. അങ്ങനെ ഞാൻ പുതിയ ബജറ്റ് അവതരിപ്പിച്ചു. വളരെ പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ട ഒരു ബജറ്റായിരുന്നു. അതിൽ പ്രധാനമായും 4-5 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, കാസർഗോഡ് ഫിഷ് മാർക്കറ്റ് എപ്പോഴും നിങ്ങൾക്ക് ചർച്ചയിൽ കേൾക്കാം, ചർച്ച ചെയ്യപ്പെടുന്ന. അപ്പൊ അതിന്റെ ഓൾറെഡി DPR കൊടുത്തിട്ടുണ്ട്. പുതിയ ഒരു 10 കോടി ഉറുപ്പിന്റെ പദ്ധതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റിന് ഫിഷറീസ് ബോർഡിനൊക്കെ ഫണ്ട് കിട്ടാനുള്ള പദ്ധതികൾ പോകുന്നുണ്ട്. പുതിയ മന്ത്രിസഭയൊക്കെ വന്ന് അതുമായി മുന്നോട്ട് പോകും. അതേപോലെ കാസർഗോഡ് നല്ലൊരു സ്റ്റേഡിയം ഉണ്ട്, ഏകദേശം 11 ഏക്കറോളുണ്ട്. പക്ഷെ അതിൽ സിന്തറ്റിക് ട്രാക്കില്ല, മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ പുതിയ കലക്ടർ അർജുൻ പാണ്ഡെ വന്ന ഉടനെ മുനിസിപ്പൽ ചെയർപേഴ്സണെയും വൈസ് ചെയർമാനും വിളിച്ചു 1-2 മീറ്റിംഗ് ആക്കി. അപ്പോൾ അതിനിപ്പോൾ ഓൾറെഡി DPR ഉണ്ട്, അത് പരിഷ്കരിച്ച് അതിനും സിന്തറ്റിക് ട്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 13 കോടി ഉറുപ്പിൻ്റെ പദ്ധതി കലക്ടറുടെ നേതൃത്വത്തിൽ ഞങ്ങളാക്കുന്നുണ്ട്. അപ്പം അതും ഒക്കെ നമ്മളിപ്പോൾ ഒന്ന് നാളെ ആവുന്നല്ല, ഞങ്ങളെ ആഗ്രഹങ്ങളും അതിനുള്ള വഴിയും ഞങ്ങൾ നോക്കിക്കൊണ്ടുണ്ട് നിങ്ങൾ അറിയിക്കുക. കാസർഗോഡ് പിന്നെ നമ്മൾ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, വികസന രംഗത്ത് വളരെ ശോചനീയ അവസ്ഥയാണ്. വികസനം എത്തപ്പെടുന്നില്ല, കാരണം അങ്ങേയറ്റത്തെ ബോർഡറാണ്, 14ാമത്തെ ജില്ലയാണ്. അപ്പൊ വികസനം പലപ്പോഴും എത്തപ്പെടാത്ത ഒരു മേഖലയ്ക്ക് ഇപ്പം താങ്കളെ പോലെയുള്ള ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലോകം കണ്ട ഒരാള് ഈ പിന്നെ മുനിസിപ്പാലിറ്റിയുടെ തലപ്പത്തെത്തുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഉപയോഗം, അതിൻ്റെ ഗുണം നമ്മുടെ കാസർഗോട്ടുകാർക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? അതിലിപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, 14ാമത്തെ ജില്ല. അതുകൊണ്ടല്ല നമുക്ക് പുരോഗതി കിട്ടാല്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കുറ്റം ചെയ്താൽ അവരെ ട്രാൻസ്ഫർ ചെയ്യാൻ പണിഷ്മെന്റ് കൊടുക്കാന്നുള്ള ഒരു മേഖലയായിട്ടാണ് ഇവ കാസർഗോഡിനെ കാണുന്നത്. അപ്പൊ ആ ഉദ്യോഗസ്ഥന്മാർ കാസർഗോഡ് വന്ന് ജോലി നേരെ ചെയ്യൂല, കാരണം അവർക്ക് ഇവിടുന്ന് പോകണം. കാരണം അവർ നേരെ ജോലി ചെയ്താൽ അവരുടെ പെർമനന്റ് നിൽക്കേണ്ടി വരും. അതാണ് കാസർഗോഡിന്റെ ഒരു ശാപം. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് പുതിയ ഗവൺമെന്റ് വന്നാൽ, കാരണം ഞങ്ങളെ പ്രവർത്തനം ഏപ്രിൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക, പുതിയ ബജറ്റൊക്കെ പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ നല്ല ഉദ്യോഗസ്ഥന്മാരെ ഐഡന്റിഫൈ ചെയ്ത് 1-2 പേരെ കൊടുത്താലും ഒന്നും കൂടി നന്നായി പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എന്ത് പ്രവർത്തിക്കും ആവശ്യം ഫണ്ടാണ്. അപ്പോൾ ഫണ്ട് എന്ന് പറഞ്ഞാൽ പല തരത്തിൽ. ഒന്ന് ഓൺ ഫണ്ടാണ്, നമ്മൾ നികുതിയിൽ കിട്ടുക, വാടകയിൽ കിട്ടുക. അപ്പോൾ കാസർഗോഡ് നഗരസഭയിൽ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ 90.52% ടാക്സ് പിരിച്ചു. നല്ലൊരു പ്രോപ്പർട്ടി റെക്കോർഡ് ഉണ്ടാക്കിയാണ്. അത് കാസർഗോഡ് ജില്ലയിൽ 1ാം സ്ഥാനമാണ്. കേരളത്തിൽ തന്നെ ടോട്ടലിൽ 5ാം സ്ഥാനം നേടാൻ സാധിച്ചു. അതുകൊണ്ട് വെറും ഓൺ ഫണ്ട് ഉണ്ടായത് കൊണ്ട് മാത്രമല്ല, എത്ര നമ്മൾ ഓൺ ഫണ്ട് ഉണ്ടാക്കുന്നു അതിന് അനുപാതമായി സ്റ്റേറ്റ് ഗവൺമെന്റ് ഗ്രാൻറ്റും നമ്മൾക്ക് കൂടുതൽ കിട്ടും, സെൻട്രൽ ഗവൺമെന്റ് ഗ്രാൻറ്റും കൂടുതൽ കിട്ടും. അപ്പോൾ അതൊക്കെ കിട്ടിയാൽ നമുക്ക് ഈ പുരോഗതി നമ്മളെ പദ്ധതിയൊക്കെ നടത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആദ്യ സ്റ്റെപ്പായി ഈ 3 മാസം കൊണ്ട് ഞങ്ങളൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് ടാക്സ് പിരിവ് മാക്സിമം കൂട്ടിയിട്ടുണ്ട്. ഇനി പദ്ധതികൾ ഞങ്ങളിപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന ഉടനെ, കാരണം അതുവരെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുള്ള ഓരോ പദ്ധതി ഞങ്ങളൊക്കെ ആയിട്ട് DPC ഡിസ്ട്രിക്ട് പ്ലാനിങ് കൗൺസിലൊക്കെ പെർമിഷൻ കിട്ടും, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞാൽ ഞങ്ങൾ ഏപ്രിൽ മുതൽ ആ വർക്ക്, മെയ് മുതൽ ഞങ്ങൾ ആ വർക്കും കൂടി ആരംഭിക്കും. ഇപ്പം നമ്മൾ പറയുമ്പോൾ തന്നെ മിക്കവാറും മെയ് 4 ശേഷം വരുന്ന പുതിയ ഗവൺമെന്റ് താങ്കളുടെ പാർട്ടിക്ക് കൂടി സ്വാധീനമുള്ള ഒരു ഗവൺമെന്റ് വരാനാണ് സാധ്യത കൂടുതൽ കാണുന്നുള്ളത്. അപ്പം അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് നിങ്ങളല്ലേ? നമ്മൾ ഭരണം, നമ്മൾ ആ പ്രതീക്ഷയുണ്ട്. എന്തെങ്കിലും മാറിപ്പോയി കഴിഞ്ഞാലും നമ്മളെ ഇൻഫ്ലുവൻസ് വെച്ച് കാരണം നമ്മളെ ജനങ്ങളിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാസർഗോഡ് ജനങ്ങൾക്ക് പുരോഗതി ഉണ്ടാക്കിയാണ്.
അത് ഏത് നാട് വികസിക്കുന്നു അതിന് ഏത് മുഖേനയും നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ ഈ കശാരയിൽ ഇരുന്നിട്ടുണ്ട്. അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ഇൻഷാല്ലാ താങ്കളുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നമ്മുടെ TN ടോക്ക് എന്ന പ്രോഗ്രാമിന് സമയം അനുവദിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. താങ്കളുടെ ആഗ്രഹങ്ങൾ നമ്മുടെ നാട് പുരോഗതിയിലേക്ക് എത്തിക്കുക എന്നുള്ള താങ്കളുടെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. താങ്ക് യു വെരി മച്ച്.